ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിദ്ദിഖ് ലാലിൻ്റെ ഒരു പഴയ സിനിമ ഉണ്ടായിരുന്നു, കാബൂളിവാല എന്ന് പറഞ്ഞിട്ട്. അതിൽ രണ്ട് കഥാപാത്രങ്ങളായിരുന്നു കന്നാസും കടലാസും. അപ്പോൾ കന്നാസിനെയും കടലാസിനെയും അന്വേഷിച്ചിട്ട് പോലീസ് നമ്മുടെ ശങ്കരാടിയുടെ ചായക്കടയാണ് തോന്നുന്നു. അപ്പോൾ ചായക്കടയിൽ വന്ന സമയത്ത് പിന്നെ അവർ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ശങ്കരാടി അവരെ പോലീസിനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ചായക്കടയുടെ ഉള്ളിലേക്ക് പോവുകയും അവിടെ എല്ലാം പരിശോധിക്കുക, എന്തായാലും എനിക്കൊരു തൃപ്തി ആവുമല്ലോ, നിങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ എനിക്ക് തൃപ്തി ആവുള്ളൂ എന്ന് പറഞ്ഞ് അവിടെയൊക്കെ പരിശോധിപ്പിക്കുകയും അവസാനം ഒരു ചാക്ക് നീക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കന്നാസും കടലാസും ഒളിച്ചിരിക്കുന്ന ഒരു രംഗമുണ്ട്. ഈ രംഗം എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈറച്ചിൻ്റെ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ ഈ കമ്പനി തട്ടിപ്പാണ് എന്നാൽ പിന്നെ കോമ്പിറ്റൻ്റ് അതോറിറ്റി കൊടുത്ത കേസിൽ ബഡ്സിൻ്റെ ഡെസിഗ്നേറ്റഡ് കോർട്ട് ഇവരുടെ ആസ്തികളൊക്കെ പെർമനൻ്റ് അറ്റാച്ച് ചെയ്യാനുള്ള സമ്മതം കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൈറിച്ചിൻ്റെ ലീഡർമാർക്ക് തോന്നിയ ബുദ്ധിയാണ്, ഇങ്ങനെ ചെയ്ത് വിട്ടാൽ ശരിയാവില്ല, നമുക്ക് ഇതിനെ ഒരു പ്രതിവിധി വേണം. അപ്പോൾ ഇവർ ഹൈക്കോടതിയിൽ പോയിട്ട് വാദിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവർ പറയുന്നത് നമ്മുടെ CBI ഈ കേസ് അന്വേഷിച്ചാൽ മതി, വേറെ ആരും പോലീസ് ഈ കേസ് അന്വേഷിക്കേണ്ട എന്നാണ്. നമ്മൾ പല കേസുകളും കണ്ടിട്ടുണ്ട്, CBI ഈ കേസ് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലടക്കം പോയ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവർക്ക് പേടി നമ്മുടെ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നതിലാണ്. ഇവർ പറയുന്നത് CBI ഈ കേസ് അന്വേഷിച്ചാൽ മാത്രം മതി, നമ്മൾ വലിയ കള്ളന്മാരാണ്, അതുകൊണ്ട് ശരിക്കുള്ള ഇത് നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളും പിന്നെ വെളിച്ചത്ത് വരണമെങ്കിൽ CBI തന്നെ അന്വേഷിക്കണമെന്നാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം CBI ഈ അന്വേഷണം ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് ഇതിലെ എതിർകക്ഷി പരാതിക്കാരൻ കൂടി പ്രതിഭാഗം കൂടി പറയുന്നത് CBI കേസ് അന്വേഷിക്കണമെന്ന്. ഇമ്മാതിരി മണ്ടന്മാരെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. ബൈ.